ഹായ്, റീസെൻ്റ്ലി നടന്ന ഡിബേറ്റുകൾ ആക്ച്വലി ഞാൻ ഈ ഒരു രാഹുൽ ഈശ്വറിൻ്റെ വിഷയത്തിലായിരുന്നാലും ആരിഫ് ഹുസൈൻ്റെ വിഷയത്തിലായിരുന്നാലും എനിക്ക് എതിരഭിപ്രായങ്ങളാണ് ഉള്ളത്. എന്നാൽ പോലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ ചെയ്ത ഒരു കാര്യത്തിന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ പാടില്ല കേട്ടോ. കൃത്യമായി അവരുടെ ലൈനിൽ കൂടെ പോയി അവർക്ക് അടി കൊടുത്തിട്ട് നിൽക്കുന്നത് ഗ്രേറ്റ് തിങ് ഗ്രേറ്റ് തിങ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇവിടെ വയ്ക്കാം. ഇത് 4 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റി: ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂഡ് ആയ പഠനങ്ങൾ പറയുന്നത് ഈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ടോ അതൊന്നും വെച്ചിട്ടില്ല. ഇസ്ലാമിന്റെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, കിസാസ് എന്നൊക്കെ പറയുന്ന ഖിയാസ് എന്നൊക്കെ പറയുന്ന ആ സംഗതിയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ ഏറ്റവും എനിക്ക് കൗതുകമായി തോന്നിയത് അങ്ങനെ യൂണിവേഴ്സിറ്റികൾ പലതും പറയാം, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് പറയുന്നതാണോ? യൂണിവേഴ്സിറ്റികൾ ഈ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു, ആ ടെക്സ്റ്റുകൾ ഹദീസുകൾ എടുത്തു, ഖുർആൻ എടുത്തു, ചരിത്രപരമായ റിസർച്ച് നടത്തി, വർഷങ്ങളോളം റിസർച്ച് നടത്തി, ജിഹാദ് പോസിറ്റീവായി യൂസ് ചെയ്തത് നെഗറ്റീവായി യൂസ് ചെയ്തെല്ലാം കണ്ടെത്തി ഡോക്യുമെന്റ് ചെയ്ത് അവസാനം കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ടത് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ എസൻസുകാരല്ലേ, നിങ്ങളല്ലേ ഇടയ്ക്ക് പറയുന്നത് എവിഡൻസ് ലീഡ് ചെയ്യണോ, ഇങ്ങനെ വേണമെന്നുള്ള വിശ്വാസക്കാരന് എവിഡൻസ്, തെളിവ്, ഡേറ്റ, ഇത്തരം കാര്യങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത്. പ്രൊപ്പഗാൻഡയാണ്. ഇത്തരം ഒരുപാട് പഠനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി പഠനങ്ങൾ ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, യേല്, കേംബ്രിഡ്ജ് താല്പര്യമില്ല. ഏതെങ്കിലും രീതിയിൽ ജിഹാദ് എന്ന വാക്കിനെ ആരെങ്കിലും മോശമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ ഇത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷം ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, UPSC ജിഹാദ് തുടങ്ങിയ കള്ളത്തരം പറഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ വെറുപ്പിച്ച് പേടിപ്പിച്ച് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നിൽക്കുന്ന നെറേറ്റീവിന് അറിഞ്ഞോ അറിയാതെയോ വെള്ളമിടുക. ആത്യന്തികമായി ഇത് ഇസ്ലാമിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് ശക്തി പകരുകയും മറുവശത്ത് ഹിന്ദുത്വ തീവ്ര സ്വരക്കാർക്കും തീവ്രവാദികൾക്ക് ശക്തി പകരുകയും ചെയ്യും. യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ ആദ്യമേ പറയുന്നു. ഇസ്ലാമിലെ ഒരു നിയമം ഒരു മുസ്ലിം സ്വീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു ധാരണ പശുകൊണ്ടാണ് ഇതെല്ലാം വാദിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ജിഹാദി ആകുന്നത്, അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. അതിനെയാണ് സ്ട്രോ മാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് പറയാത്ത കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ റെഫ്യൂട്ട് ചെയ്യുക. ജിഹാദ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ലോകത്തിലെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നു, പ്രമുഖ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട്. അവർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയ മെത്തേഡ്സിൽ ചരിത്രപരമായ കണക്കുകൾ എടുത്ത് വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്ത് അതിന്റെ ടെക്സ്റ്റ് എടുത്ത് പഠിച്ചിട്ടെത്തുന്ന കൺക്ലൂഷൻസ് എന്തുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കാത്തതെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസത്തിന് ചേരില്ല. എന്നാലും ഇദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇനി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് നോക്കി. ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞത്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഏതൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി? ഇപ്പൊ അതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഖത്തർ ഫണ്ടഡ് ആണ് ഈ പറയുന്ന ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ. അടിസ്ഥാനപരമായി ജിഹാദ് എന്ന വാക്കിനെ ഡീമണൈസ് ചെയ്യണം, കരിവാരി തേക്കണമെന്ന് ഉദ്ദേശത്തോടെ വന്നാൽ ബാക്കി പറയുന്ന ഒന്നും ശരിയാവില്ല. അപ്പൊ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഇവർ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ്. എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം ഖത്തർ ഫണ്ടഡാ. ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിലെ ഹാർവാർഡ് കണ്ടോ, ഇപ്പൊ ഇതിനെക്കുറിച്ച് കഥകൾ വരുന്നില്ല. ഇത് അമേരിക്കൻ എക്സ്ട്രീം റൈറ്റ് വിങ്ങിന്റെ പ്രൊപ്പഗാൻഡയാണ്. കണ്ടോ, ഹാർവാർഡിനൊക്കെ പിന്നീട് അവര് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അക്കാഡമിക്കും സ്കോളർലിയുമായി പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇനി ഞാൻ ഇവിടെ ഒരു മിസ്യൂസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് മിസ്യൂസ്? ഇദ്ദേഹം നടത്തിയ ഒരു തട്ടിപ്പാണത്. എന്താണ്? ജിഹാദിന്റെ പല കാറ്റഗറൈസേഷൻ നടത്തി, എന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന ഈ ഒഫൻസീവ് ജിഹാദ് മിണ്ടില്ല, ബാക്കിയുള്ളതെല്ലാം ചെയ്തത് അതെല്ലാം യൂസ് ആണ്. ഒഫൻസീവ് ജിഹാദ് ചെയ്യുമ്പോൾ മാത്രം അത് മിസ്യൂസ് ആവും. അതെങ്ങനെ ശരിയാവുക? ഇനി ഇതിലേക്ക് പോകുമ്പോൾ എത്രയോ കണ്ടീഷനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് നിങ്ങളെ ആക്രമിക്കണം, അങ്ങോട്ട് കയറി ആക്രമിക്കരുത്. എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാവൂ. ഈ കണ്ടീഷനാലിറ്റി അല്ലേ നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും എല്ലാം പിന്തുടരുന്നത്. ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനെ പോയി അടിക്കില്ല, നമ്മൾ സമാധാനത്തിന്റെ രാജ്യമാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് നമ്മുടെ 26-27 കൊല്ലുമ്പോൾ നിങ്ങൾ 100 പേരെ ഞങ്ങൾ അടിച്ചു തീർക്കും. ഇന്ത്യ അഗ്രസറാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് നമ്മൾ തിരിച്ചടി നൽകുകയല്ലേ? ഇതേപോലെ ഓരോരോ കോണ്ടെക്സിൽ എത്ര ജിഹാദിന്റെ പേരെടുത്ത് ഞാൻ എണ്ണി പറഞ്ഞു. അതൊന്നും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റാത്ത എന്താ അറിയാമോ? അദ്ദേഹം ആ പാരഡൈം ട്രാപ്പിൽ കിടക്കുക. അതായത് ജിഹാദ് മോശമാണ്, ജിഹാദി എന്ന് പറയുന്ന വാക്ക് ഏറ്റവും മോശമാണ്. ആ ജിഹാദ് എന്ന വാക്കിലേക്ക് ലോകത്തിലെ എല്ലാ തിന്മയും ജിഹാദ് ചെയ്തു. പച്ചവെള്ളം കൊണ്ട് ജിഹാദ് ചെയ്തു, ഉണക്കമീൻ കൊണ്ട് വരെ ജിഹാദ് ചെയ്തു. ജിഹാദ് പച്ചവെള്ളം വെച്ച് ചെയ്യാം, ഉണക്കമീൻ വെച്ച് ചെയ്യാം. പച്ചവെള്ളമോ ഉണക്കമീൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ആ പച്ചവെള്ളം എന്നും ഉണക്കമീൻ എന്നും പറയുന്നത്? ആ ജിഹാദ് എന്ന വാക്കിനെ ഒന്ന് വക്രീകരിക്കണം, ഒന്ന് മോശമാക്കണം, അതിന്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ചേർത്ത് വെക്കണം. ഇതിന്റെ എക്സ്റ്റൻഡഡ് ഫോം ആണ് നമ്മൾ നമ്മുടെ TV കാണുന്ന ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, UPSC ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾ. ഇതിന് റിയൽ ലൈഫ് കോൺസിക്വൻസ് ഉണ്ടാകണമെന്ന് ശ്രീ ആരിഫ് ഹുസൈനും ഇതേ പിന്തുണയ്ക്കുന്ന ആൾക്കാരും മനസ്സിലാക്കാൻ ആരാണ് അഡ്രസ് ചെയ്തത്? എത്ര തരം ജിഹാദ് ഉണ്ട്? ജിഹാദിന്റെ എത്ര പരാമർശങ്ങളുണ്ട്? ഏത് വേഴ്സിലാണ് വന്നത്? അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ പറയുന്നത് ഇതൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് മാത്രമാണ് ജിഹാദ് എന്നാ. എന്നിട്ട് അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഇസ്ലാം. ഏതെങ്കിലും 100 കാര്യങ്ങളിൽ ഒരു കാര്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എടുത്ത് അതിനെ വക്രീകരിച്ച് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അത് ഏറ്റവും മോശമാണെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസീറ്റ് അല്ലേ? ബൗദ്ധികമായ ഡിസീറ്റ് അല്ലേ? അല്ലെങ്കിൽ ബൗദ്ധികമായ കാപട്യമല്ലേ? ഡിബേറ്റിന്റെ കാര്യത്തിലെ കാപട്യമല്ലേ? ഇത് ആഡ് ഹോമിനം. ഇതിനെ നമ്മുടെ ഡിബേറ്റിൽ പറയുന്നത് ആഡ് ഹോമിനം എന്ന അറ്റാക്കാണ്. അതായത് വ്യക്തിനിഷ്ഠമായി പ്രവാചകൻ മുഹമ്മദ് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് ആദ്യമേ ആക്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ സ്ഥിരം കേൾക്കാറില്ല, ശ്രീകൃഷ്ണൻ മോശമാണ്, അല്ലെങ്കിൽ ശ്രീരാമൻ മോശമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു മോശമാണെന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ അടുത്ത ലോജിക്കൽ ഫാലസി യൂസ് ചെയ്യുന്ന, അടുത്ത ആഡ് ഹോമിനം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, പിന്നെ ആർക്കും അറിയുന്നത് ശ്രീ ആരിഫ് ഹുസൈനാണ്. എനിക്ക്
എനിക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് അറിയൂ, ഞാൻ ഇസ്ലാമിനെ നിർവചിക്കും, ആ ഇസ്ലാമിനെ വെച്ച് നിങ്ങൾ സംസാരിച്ചോ. വലിയ കാര്യമായിട്ട് ഫൊണ്ടാപോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്റ് വിംഗ് തിങ്ക് ടാങ്ക് പറയുന്നുണ്ട്. ഫ്രഞ്ച് റൈറ്റ് വിംഗ് തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീവ്ര ഗോഡ്സേവാദികൾ ഫണ്ട് ചെയ്യുന്നത് പോലത്തെ ഒരു തിങ്ക് ടാങ്ക് എടുത്താൽ മതി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒന്നും പറ്റില്ല, പക്ഷേ ഫൊണ്ടാപോൾ കുഴപ്പമില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറ്റില്ല, ഓക്സ്ഫോർഡ് പറ്റില്ല, യേൽ പറ്റില്ല, പ്രിൻസ്റ്റൺ പറ്റില്ല, പക്ഷേ ഫൊണ്ടാപോൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലോക്കൽ തിങ്ക് ടാങ്ക്, റൈറ്റ് വിംഗ് തിങ്ക് ടാങ്ക് ഓക്കെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം റൈറ്റ് വിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് ഖത്തർ ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫാക്ച്വലി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷനാണ്. അദ്ദേഹം ഉന്നയിച്ചത് സബ്സ്റ്റാൻഷിയേറ്റ് ഇല്ലാത്തൊരു ആരോപണമാണ്. ഖത്തർ ഫണ്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോപണത്തിന് ബേസ് ഉണ്ടോ? ചുമ്മാ കഴിഞ്ഞിട്ട് പറയുന്നില്ലേ? അതായത് ഇഷ്ടമില്ലാത്ത അഭിപ്രായം കേൾക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ കാശ് കൊടുത്തിട്ടാണ് പറയുന്നത് പോലെയല്ലേ? ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സ്പെക്ട്രം എടുത്താൽ അദ്ദേഹത്തിന്റെ പൊസിഷനാണ്, അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മടിയൊന്നും തോന്നുന്നില്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അത് ആ പരിപ്പ് അവിടെ വേവില്ല, പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുക. പരിഹാസം പരാജിതന്റെ ആയുധമാണ്. പരിഹാസം എന്നും പരാജിതന്റെ ആയുധമാണ്. പോയിന്റുകൾ ഇല്ലാത്തപ്പോഴാണ് ആ സാധനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികൾ എപ്പോഴും ആൾക്കാരെ ബഹുമാനിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ രാഹുലിനെ സമ്മതിക്കാതെ പാടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രാഹുൽ ഈശ്വറോ മറ്റുള്ളവരെ വിചാരിക്കുന്ന കണക്ക് ആരിഫ് ഹുസൈന് യാതൊരു നോളജും ഇല്ല. അത്യാവശ്യം അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ ആരുടെയോ സപ്പോർട്ടോട് കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്കിടയിൽ എക്സ് മുസ്ലിമുകൾക്കിടയിൽ തന്നെ ഒരു വിദ്വാനുണ്ട്, ഉസ്താദ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവൻ എടുത്തു വെച്ച് പറയണല്ല. ഇവൻ ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല. കൂടെ ഇവൻ ഈ വക്രീകരിക്കാൻ മിടുക്കനാണ്. ആ വക്രീകരണ ബുദ്ധി കൊണ്ടാണ് അവൻ ഇതുവരെ ജയിച്ചു നിന്നത്. അതിന് കൃത്യമായ ഒരു മറുപടി രാഹുൽ ഈശ്വറിന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊരു ഇസ്ലാമിക രീതിയിൽ നടക്കുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം അവൻ്റെ അവഹേളനപരമായ കളിയാക്കലുകളാണ്. കളിയാക്കാം ഒരു പരിധി വരെ, പക്ഷെ അവഹേളിച്ചുകൊണ്ടുള്ള കളിയാക്കലുകൾ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് മിക്ക പണ്ഡിതന്മാരും കൈയൊഴുകി പോവുകയാണ് പതിവ്. അവിടെ രാഹുൽ ഈശ്വർ ചെയ്തതൊരു വലിയ ഗ്രേറ്റ് തിങ് ആണ്. അത് ഞാൻ പറയാതെ പോയാൽ അത് ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സൂപ്പറായിരിക്കുന്നു. ഇത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരുന്നത്. ഇത് ഇപ്പോൾ UA ടീമോ നമ്മളോ ഒക്കെ ഇറങ്ങി നിന്നാലും അവൻ വരത്തില്ല. അവൻ വരികയോ ഡിബേറ്റിന് വരികയോ ചെയ്തിട്ടില്ല. ഇവൻ പക്ഷേ രാഹുൽ ഈശ്വറിനെ വളരെ ചെറുതായി കണ്ടു. കാരണം അവൻ മറ്റൊരു മതത്തിൽ നിന്ന് വന്നവനല്ലേ. ഒരിക്കലും അവൻ ഇതൊന്നും പഠിച്ചിട്ടായിരിക്കില്ല വരുന്നതെന്ന് അവന് ബോധ്യം വന്നുപോയി. പക്ഷെ അവൻ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഇൻസൾട്ടിന് അവൻ കൊടുത്തു. അന്നത്തെ ഇവരുടെ ചാറ്റ് GTPയുടെ ഒരു ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു നിരാശയുണ്ടായിരുന്നു. കാരണം ഇവൻ പറയണതൊക്കെ പിന്നെ അവനെന്തോ സമ്മതിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് ഒരു പ്രതിഫലം എന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇത് ഭയങ്കര സൂപ്പറായിരുന്നു. കിട്ടുക്കാച്ചി ഇതിൻ്റെ ഫുൾ വേർഷൻ അവരുടെ രണ്ടുപേരുടെയും ചാനലുകളിൽ തന്നെയുണ്ട്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വീണ്ടും പയൽവാൻ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും. ഇത് എന്തുകൊണ്ട് ഈ ഇസ്ലാമിയർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ അല്ല ഇത് എക്സ് മുസ്ലിമുകൾക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതിനൊരു ചെറിയ ബ്രീഫ് തരാം. ഒന്നാമത്തെ കാരണം ഇവർ കാരണം യുക്തിവാദികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവഹേളനമുണ്ട്. ഞാൻ യുക്തിവാദികൾക്ക് എഗൻസ്റ്റ് അല്ല. നാട്ടിൽ നവോത്ഥാനം കൊണ്ടുവരണമെങ്കിൽ അനാചാരങ്ങൾ ഇതുപോലുള്ള വൃത്തികേടുകൾ നമ്മൾ ദുരാചാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ തന്നെ പറയുന്നുണ്ട് സിയാറത്ത് മംനൂനാണെന്ന്, സിയാറത്ത് പാടില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ പലർക്കും അത് കൃത്യമായിട്ട് അറിയത്തില്ല. പലയിടങ്ങളിലും അവിടെ പോയി അതിനെ ദൈവമാക്കുന്ന ഒരു ടേമുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അത് ഒരു പരിധി വരെ ഇവിടുത്തെ പണ്ഡിതന്മാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ ഭ്രാന്ത് കൂടി പലതും കാണിക്കുന്നത് കാണാം. ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. നമ്മൾ എന്താണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നന്മയുടെ വശങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതേസമയം ഇവിടുത്തെ പണ്ഡിതന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയും കുറയും പഠിച്ചിട്ട് പണ്ഡിത ശിരോമണിയായിട്ട് കയറിയിരുന്ന ആളുകളെ പറ്റിക്കലാണ് പരിപാടി. അത് ഒക്കെ നിർത്തലാക്കേണ്ടതുണ്ട്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യുക്തിബോധമുള്ള ആൾക്കാർ തന്നെ വരണം. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ എഫർട്ട് കൊണ്ടാണ് ഇവിടെ ഈ ഒരു സമത്വം നിലനിന്ന് പോകുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മൾ അവർക്കെതിരെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതുപോലുള്ള ഇത്തിൽ കണ്ണികൾ അതിനകത്ത് വന്നപ്പെട്ടിട്ട് അവരെ കൂടെ വഷളാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇവനൊക്കെ വീട്ടിൽ ജോലി ചെയ്ത് ഭാര്യയെ പോറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങി എന്നിട്ട് ഈ വക്രബുദ്ധി കാണിക്കുന്നത്. അവന്മാർക്കൊക്കെ കൊടുക്കേണ്ട മറുപടി കൃത്യമായി കൊടുക്കേണ്ടവർ ഇറങ്ങി എന്ന് കൊടുക്കണം. പലരും പറയും തെറി വിളിക്കില്ലേ, മോശം പറയില്ലേ, ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയത്തില്ല, അവൻ്റെയൊക്കെ വീട്ടിൽ കയറത്തില്ലേ, വ്യക്തിപരമായി കളിക്കത്തില്ല. ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്നേ. അവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കതല്ലേ ചെയ്യാൻ പറ്റൂ. പകരം നമ്മളെ വായടപ്പിക്കാൻ നിരന്തരം കേസ് കൊടുക്കുകയും മോശം പറയുകയും ഒക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാലപ്പോക്കിൽ അത് തെളിഞ്ഞു വന്നില്ലേ, അത്രയേ ഉള്ളൂ. ഇവനൊന്നും ഒരു വാഴയെ അറിയത്തില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ ഒരു കുന്തോ അറിയത്തില്ല. അവൻ ഒന്നിലും സ്ഥിരമായി നിൽക്കുന്നവനുമല്ല. ഈ സംഘികൾ ഇവനെ തൂക്കിക്കൊണ്ട് നടക്കുന്നെങ്കിൽ സംഘികൾക്ക് മനസ്സിലാവാൻ പറയാം, നിങ്ങളെ പറ്റിക്കുകയാണ് ഇവന്മാർ. ആരിഫ് ഹുസൈൻ ആയാലും ലിയാഖത്ത് അലി ആയാലും ജാമിദ ആയാലും ഈ 3 വിഷജന്തുക്കളും നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഞങ്ങൾക്കൊരു പോട്ടിയേ അല്ല, അവർ കള്ളത്തരമാണ് പറയുന്നത്. ഏറ്റവും നന്നായി അവർക്കറിയാം അവർ പറയുന്നത് കള്ളമാണെന്ന്. പക്ഷെ അത് കേൾക്കാൻ നിങ്ങളപ്പുറത്തുള്ളതാണ് അവരുടെ ബലം. അതുകൊണ്ട് മണ്ടന്മാർക്ക് ഇത് കേട്ട് സൂയിക്കും വെള്ളം അറിയില്ല. അവൾ അവിടെ ഇരുന്നിട്ട് കാത്തില മയ്യത്തൂൽ എന്ന് പറയുമ്പോൾ ആണോ എന്ന് പോയി കമന്റ് ഇടുന്ന കുറേ അലവലാദികളോടാണ്. നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ്? അതിനേക്കാൾ ഫോർവേഡായി തിങ്ക് ചെയ്യുന്ന എത്രയോ യുക്തിവാദികൾ ഇവിടെയുണ്ട്. അവർ പറയട്ടെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അവർക്കത് പറയാൻ ഉണ്ടാവില്ല. കാരണം അത്രത്തോളം സുതാര്യമാണിത്. അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് സ്വന്തം മതത്തിനെ പ്രീണിപ്പിക്കുക എന്ന് പറയും. ഒന്നുമല്ല, ചെറിയ ചില മണ്ടത്തരങ്ങൾ കാണിക്കുന്ന പണ്ഡിതന്മാരാണ് ഇതിനെ വക്രീകരിക്കുന്നതിനപ്പുറം ഈ മതത്തിന്റെ ബെനിഫിറ്റ് അറിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പറയുന്നു. പൂർണ്ണമായും ശരികൾ കൂടുതലുള്ള, ശരികൾ മാത്രമുള്ള ഒരു മതമാണ് ഇസ്ലാം മതമെന്ന് ഞാൻ പറയും. ഇനി ബാക്കി നിങ്ങളുടെ ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക്